സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ചുരിദാറൊക്കെ ഇടുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇത് നല്ലതാണ്. പോലെ ഇങ്ങനെ പുറത്ത് അങ്ങനത്തെ ഒരു പാറ്റേൺ കോട്ടല്ല, നമ്മളൊരു എക്സ്ട്രാ ജാക്കറ്റ് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല ഇതാണ്, കളർ കോമ്പിനേഷന് നല്ല രസമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, കളറൊന്നും പോയിട്ടില്ല. ഞാൻ ഇത് നനച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് ഇടാൻ കുഴപ്പമില്ല എന്ന് തോന്നി. എല്ലാവർക്കും ഷർണിയാസ് ഹാൻഡി ടിപ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് മെറ്റേണിറ്റി ഡ്രസ്സ് കാണിച്ചു തരാം. പുറത്തിടുന്ന ടൈപ്പ് ഡ്രസ്സാണ്. വീട്ടിലിടുന്ന ടൈപ്പ് ഞാൻ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചത് തന്നെയാണ് ഇത്. ഫസ്റ്റ് ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പാറ്റേണിൽ വരുന്നതാണ്. ഞാൻ ഈ അടുത്ത് കാണിക്കാൻ പോകുന്ന എല്ലാ ഡ്രസ്സിനേക്കാളും എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് വന്നിട്ട് ഇത് തന്നെയാണ്. നല്ല സോഫ്റ്റാണ്, കോട്ടൺ ആണ്. വാങ്ങിച്ചിരിക്കുന്നതൊക്കെ എല്ലാം കോട്ടൺ തന്നെ, നല്ല സോഫ്റ്റാണ്, കോട്ടണിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇത്. പിന്നെ ഇതിൻ്റെ മോഡൽ നമുക്ക് ഇടുമ്പോൾ നല്ല ഫിറ്റായിട്ട് നല്ല ഇതായിട്ട് കിടക്കും. കൈ വന്നിട്ട് 3/4 സ്ലീവ് വരുന്നതുകൊണ്ട് ഇതുവരെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന പാറ്റേണിൽ വരും. പിന്നെ ഫീഡിങ് ടൈപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മെറ്റേണിറ്റി ഡ്രസ്സ് നമ്മൾ കുറച്ച് സൈസ് ആകുമ്പോൾ വയർ വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം ടൈറ്റാവും. അപ്പോൾ ടൈറ്റാകുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓവർ സൈസുള്ള, ഇപ്പം ഞാൻ ലാർജ് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ XL യൂസ് ചെയ്തു, XXL. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഫീഡിങ്ങും കൂടെ പറ്റുന്ന ടൈപ്പാണോ എന്ന് നോക്കി വേണം വാങ്ങാനായിട്ട്. കാരണം ഞാൻ ആദ്യം കുറച്ച് ഡ്രസ്സ് ഇതിന് മുൻപ് എവിടുന്ന് സ്റ്റുഡിയോ എന്നാണ് വാങ്ങിച്ചത്. അത് ഫീഡിങ് ടൈപ്പ് അല്ല, ജസ്റ്റ് XXL അല്ല, XL ടൈപ്പ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ തുണികളൊന്നും ഇനി നമുക്ക് ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനി നമ്മളിപ്പോൾ കുറച്ച് വണ്ണം കുറയുകയാണെങ്കിൽ വെറുതെ ആവേ ഉള്ളൂ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വാങ്ങണമെങ്കിൽ മെറ്റേണിറ്റി ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യണം. ഫീഡിങ് പ്ലസ് ആയിട്ടുള്ളത് വാങ്ങണമായിരിക്കും നല്ലത്, പ്രഗ്നൻ്റ് ആയതിന് ശേഷം എപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്താലും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇത് ഇവിടെ സൈഡിൽ സിബുണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത് സിപ്പ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇടയിൽ ഇങ്ങനെ സ്റ്റക്കായിരിക്കില്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പുറത്തോട്ടിടാൻ നന്നായിട്ട് ഈ ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന, കുറച്ച് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്. ചുരിദാറൊക്കെ ഇടുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇത് നല്ലതാണ്. പിന്നെ 3/4 പോലത്തെ പാൻറ്റ് ലെഗിൻസോ എന്തെങ്കിലും ഇടേണ്ടി വരും. ഭയങ്കര കട്ടി എന്ന് പറയാൻ പറ്റില്ല. അകത്ത് പാവാട പോലെ എന്തെങ്കിലും ഇട്ടാലേ കുറച്ചുകൂടെ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുള്ളൂ. അതർവൈസ് ഇത് നല്ല ഡ്രസ്സ് തന്നെ. ഇതും 1000 ഉള്ളിലാണ് വരുന്ന, റേറ്റ് ഓർമ്മയില്ല, കാരണം അതിൽ കുറച്ച് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് മോമീസിൽ നിന്നാണ്. അപ്പോൾ ഇതിലെഴുതിയിട്ടുണ്ട് മോമീസിൻ്റെ പ്രൊമോഷനൊന്നും അല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് മോമീസ് കണ്ടത്, മെറ്റേണിറ്റി ഡ്രസ് കളക്ഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ കാണും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ച് മോമീസ് നോക്കിയപ്പോൾ മെജോറിറ്റി നമ്മുടെ മദറിനുള്ള ഡ്രസ്സും ഇതൊക്കെ ഫസ്റ്റ് ക്രൈനേക്കാളും ബെറ്ററായിട്ടുണ്ടെന്ന് തോന്നിയാണ് അവിടെ പോയത്. അപ്പോൾ നമ്മൾ പോയത് 2 സ്ഥലത്തുണ്ട് മോമീസ്, ഒന്ന് പട്ടം, പിന്നെ വേറെ ഒന്ന് ശാസ്തമംഗലത്ത്. അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് കുറച്ച് കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ. അതിൽ ലാസ്റ്റ് ഞാൻ 2-3 ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോട്ടൺ അല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അത് പട്ടത്ത് ആദ്യം ഞാൻ പോയി വാങ്ങിച്ചത്, പട്ടമല്ല ശാസ്തമംഗലത്ത്. പിന്നീട് അടുത്ത് കോട്ടൺ ടൈപ്പ് വാങ്ങിച്ചതെല്ലാം ഇവിടെയാണ്, പട്ടത്താണ്. വലിയ കടയല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻസ് ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്.
ഇപ്പുറത്തിട്ട് കാണിക്കുന്നുണ്ട്, അത് നോക്കിയാൽ മതി ലെങ്ത്തും ഇതെല്ലാം. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇവിടെ ഒരു കോട്ട് പോലെ ഇങ്ങനെ പുറത്ത് അങ്ങനത്തെ ഒരു പാറ്റേൺ, കോട്ടല്ല, നമ്മളൊരു എക്സ്ട്രാ ജാക്കറ്റ് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും അതുപോലത്തെ രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കളറാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഈ സമയത്ത് ഇടാൻ, ഇങ്ങനെയൊന്നും ഡ്രസ്സ് വേറെ പണ്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് ബെറ്റർ ഓപ്ഷനാണ്. ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ആ കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കും. ഫീഡിങ്ങിന് വേണ്ടിയിട്ട് സിബുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹാഫ് സ്ലീവാണ്. ഇപ്പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ പ്രൈസ് എല്ലാം ഒരുവിധം ഒരേപോലെ ഇരിക്കും. 1000 അകത്ത് 800 900 റേഞ്ചിൽ വരുമെന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇതാണിത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി കോട്ടൺ ടൈപ്പും ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട്. കളറൊന്നും പോകണില്ല. ഞാൻ ഈ കാണിച്ച എല്ലാ ഡ്രസ്സും, ഇപ്പം മെറ്റേണിറ്റിയുടെ ഏത് ഡ്രസ്സ് ആയാലും വാഷ് ചെയ്തു ഒരു 3-4 പ്രാവശ്യത്തെ വാഷിന് ശേഷമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും തന്നെ കളർ പോകണില്ല. മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കളർ പോകും. അടുത്തത് ഇത് വേറൊരു ടൈപ്പാണ്. ഇപ്പോൾ കാണിച്ച 2 ടൈപ്പും അല്ല. ഇത് നമ്മൾ ഒരു ഷർട്ട് ഇടുന്ന പോലത്തതാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ മൊത്തം ബട്ടൺസ് ആയിട്ട് താഴെ വരെ ഉണ്ട് ബട്ടൺസ്. ഇങ്ങനെ ഒരു ഷർട്ടാണ്, പക്ഷേ ലെങ്തി ആയിട്ടുള്ള ലോങ് ഷർട്ട് എന്ന് പറയാം. നമ്മൾ കൈ വന്നിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കണം. എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. കോളറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വണ്ണം വയ്ക്കുമ്പോൾ ഇവിടെ ഈ ബട്ടൺസിൻ്റെ ഗ്യാപ്പ് വഴി ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് അകത്ത്. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ സിബിൻ്റെ ഒന്നും ആവശ്യമില്ല. അതർവൈസ് ഇത് നല്ല ഇതാണ്. കളർ കോമ്പിനേഷന് നല്ല രസമാണ്. എല്ലാം കൊള്ളാം. കുറച്ച് വണ്ണം വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമായിരിക്കും. ഇവിടെ ഒരു കെട്ടുണ്ട്. മെറ്റേണിറ്റി ഡ്രസ്സിൻ്റെ ഏതെടുത്താലും ഇവിടെ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടുള്ള സാധനം കാണും. അതുകൊണ്ട് നമ്മൾ സൈസൊന്നും അല്ലാതെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ച് ഒന്ന് കെട്ടിയൊക്കെ വെച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ആദ്യം മെലിഞ്ഞാണ് ഇരിക്കണമെങ്കിൽ കെട്ടി വെച്ചിട്ട് പിന്നീട് വണ്ണം വയ്ക്കുമ്പോൾ അതനുസരിച്ച് ലൂസാക്കാം. സോ ഇതും അതേ റേഞ്ചിലൊക്കെ വരും. നെക്സ്റ്റ് വന്നിട്ട് കഫ്താൻ മോഡലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട് കഫ്താൻ മോഡൽ. അതിൽ ഞാൻ വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ ഇതുവരെയൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് വാങ്ങാത്തത്. അപ്പോൾ ഇത് ആ ഒരു മോഡലിലുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഇതായിട്ട് ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്. അതുകൊണ്ട് കെട്ടിൻ്റെ ആവശ്യമില്ല. ഫീഡിങ്ങിൻ്റെ ഇതായിട്ട് സിബ് തന്നിട്ടുണ്ട്. ഇതുണ്ട്. പക്ഷേ ഭയങ്കര വലുതായിട്ട് ഇരിക്കും. കഫ്താൻ മോഡൽ അങ്ങനെയാണല്ലോ. ഇത്രയേ ഉള്ളൂ ഡ്രസ്സ് ഇവിടെ വരെ വരുന്നുള്ളൂ. ബാക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് അവർ തച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് വണ്ണവും കൂടെ വെച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ ഒരു വലിയൊരു ബിഗ് സൈസ് ഒരു ആനക്കുട്ടിയെ പോലെ ഇരിക്കും ഇത് ഇട്ടിട്ട് നിൽക്കുമ്പോൾ. അല്ലാതെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. കോട്ടൺ ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കളറൊന്നും പോയിട്ടില്ല. ഞാനിത് നനച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ വന്നിട്ട് കളർഫുള്ളായിട്ടുള്ളതാണ്. റെയിൻബോ പോലെ. ഇത് സംഭവം ഞാൻ മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ആ ഡ്രസ്സ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഫുൾ ലെങ്ത് ആണ്. കെട്ടുണ്ട്. പക്ഷേ ഫീഡിങ് ടൈപ്പാണ്. ഇവിടെ ഒരു എലാസ്റ്റിക് ടൈപ്പ് പോലെ ഇവിടെ കുറച്ചൊന്ന് താഴ്ന്നു വരും. അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സാണ്. ബാക്കിയെല്ലാം 200 റേഞ്ചിനാണ് അവിടെ കിടന്നത്. എനിക്ക് അങ്ങനെ ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. അപ്പോൾ എനിക്ക് പിന്നീടായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് വാങ്ങിച്ചാൽ മതി എന്നാണ്. വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 1000 റേഞ്ചിലാണ് ആയിരുന്നു തോന്നുന്നു. 1000 റേഞ്ചിൽ ഏറ്റവും കുറവ് ഈ ഒരു ഡ്രസ്സേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് ഇടാൻ കുഴപ്പമില്ല എന്ന് തോന്നി. ഫുൾ കളർ ഇതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡ്രസ്സാണ്. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. സോ ഇത്രയാണ് എൻ്റെ മെറ്റേണിറ്റി ഡ്രസ് കളക്ഷൻ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എല്ലാം നമുക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യാം. ഡെലിവറിക്ക് ശേഷം പിന്നീട് ഏത് സമയത്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്. കാണാൻ ഭംഗിയുണ്ട്. ഒരു ഇതായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. അതിൻ്റെ പാറ്റേണൊക്കെ നല്ല ഭംഗിയുണ്ട്.
പിന്നെ ഞാൻ എന്താ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ട് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ച മെറ്റേണിറ്റി ഡ്രസ്സാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലത്തെ 3-4 അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. മീഷോന്ന് വാങ്ങിച്ചതും കാണിച്ചിട്ടുണ്ട്. ലിങ്കൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിൽ പോയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ആ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി എവിടെ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മോമീസ് എവിടെയൊക്കെയാണ് ഇരിക്കണതെന്ന്. അവിടെ ട്രിവാൻഡ്രത്താണ് ഞാൻ പറയണത്. ട്രിവാൻഡ്രത്താണ് പട്ടത്തും ശാസ്തമംഗലത്തും ഉള്ളത്. വേറെ എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ മെറ്റേണിറ്റി ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പും ഞാൻ ഇതുവരെ ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയില്ല. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പോയി നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.